ജീവനും ജീവിതവും എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം വർഷങ്ങളും വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഔസേപ്പച്ചനങ്ങൾ ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ പേര് പോലെ തന്നെ വർഷങ്ങളും വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഏതൊരു കാര്യത്തിന്റെയും വളർച്ച, അതിന്റെ ഏജ് അല്ലെങ്കിൽ വർഷങ്ങൾ, ഇതൊക്കെ കൂടെ കണക്കിലാക്കി നമ്മൾ അതിന്റെ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളർച്ചയുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും വർഷങ്ങൾ കൂടുന്നതനുസരിച്ച്, അതല്ലെങ്കിൽ അതിന്റെ പ്രായം കൂടുന്നതനുസരിച്ച് വളർച്ചയും ഉണ്ടാകണമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യമാണ്. ദൈവവും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഓരോ വിശ്വാസികളുടെ പ്രായത്തെയും അതുപോലെ തന്നെ അവരുടെ വിശ്വാസ ജീവിതത്തിലെ കാലങ്ങളെയൊക്കെ വെച്ചിട്ട് അവർക്കുണ്ടാകേണ്ട വളർച്ചയെ കുറിച്ച് ദൈവത്തിൽ പല ഭാഗത്തായിട്ട് പറയുന്നതായിട്ട് നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും നമ്മളൊരു ചർച്ചിന്റെ സഭയുടെ നിലയിലേക്ക് ചിന്തിക്കുമ്പോഴും വർഷങ്ങളും വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടിയിരിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളർച്ചകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഈ വർഷത്തെ 2025 ആദ്യത്തെ മീറ്റിംഗ് തന്നെ ആ നിലയിലുള്ള ഒരു പരിശോധനയും പുതുക്കലും ഒക്കെ പറയുന്ന ഒരു മീറ്റിംഗ് ആവാനായിട്ട് പ്ലാൻ ചെയ്തവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. എന്തായാലും നമുക്ക് വർഷങ്ങളും വളർച്ചയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരുന്നവരാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ നമുക്ക് വളർച്ചയ്ക്ക് കുറവ് എവിടെയും വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളും നമുക്ക് ഔസേപ്പച്ചനങ്ങളിലൂടെ കേൾക്കാം. സെഷനിലേക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ഔസേപ്പച്ചനങ്ങൾ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും പഠന പരമ്പരയിലേക്ക് ഒരു ദിവസം കൂടെ വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ ആദ്യ സെഷൻ തുടങ്ങാനായിട്ട് എനിക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനോട് നന്ദിയുള്ളവനാണ്. വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പഠന വിഷയമാണ് അവസരോചിതം സംഘാടകരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രായം നമുക്ക് ഓരോ ആണ്ടും കൂടുമ്പോഴും നമ്മുടെ വളർച്ച സംഭവിക്കുന്നുണ്ടോ, അതുമായിട്ടുള്ള ബന്ധം എന്താണ്, വളരേണ്ടതല്ലേ, വളരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം, ഇത് കാരണം, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. പുതുവർഷം നമ്മൾ ആചരിക്കുമ്പോൾ 2024 കഴിഞ്ഞ് 2025 നമ്മൾ പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രായമല്ല ഒരർത്ഥത്തിൽ അതുകൊണ്ട് പറയുന്നത്. പഴയ കാലത്തൊക്കെ നമുക്കറിയാം, ചരിത്രത്തില് കലണ്ടറുകൾ ഇതുപോലെ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ വർഷങ്ങൾ കണക്കാക്കിയിരുന്നത് രാജാവ് ഭരണം തുടങ്ങുന്നത് മുതലുള്ള വർഷങ്ങളാണ്. ഇന്ന ആളുടെ ഭരണത്തിന്റെ ഇത്രാം വർഷം, അദ്ദേഹം ഭരണം തുടങ്ങുമ്പോൾ 1-ാം വർഷം, 2-ാം വർഷം, അങ്ങനെയൊക്കെ തുടങ്ങിയ ചില ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. റോമിനൊക്കെ അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ ഒരു കലണ്ടറൊക്കെ വേറെ ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യം തുടങ്ങിയ ചരിത്രം ഉണ്ടായിരുന്നു, രാജാക്കന്മാർ തുടങ്ങിയ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ വന്നപ്പോഴാണ് ക്രിസ്തു വർഷം എന്ന ഒരു കലണ്ടർ പാശ്ചാത്യ നാട്ടിൽ പ്രാബല്യത്തിൽ വന്നത്. അതിന്റെ കണക്ക് തുടങ്ങിയ ആളുകൾ അത് തുടങ്ങിയത് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ച വർഷത്തെ 1-ാമത്തെ ആണ്ട് എന്ന് കണക്കാക്കി, അതേ തുടർന്ന് ചരിത്രം മുന്നോട്ട് ഓരോ ആണ്ടും കഴിയുമ്പോൾ ക്രിസ്തു ജനിച്ചിട്ട് ഇത്ര വർഷം, ക്രിസ്തു ജനിച്ചിട്ട് ഇത്ര വർഷം, അതിന് മുമ്പോട്ട് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഇത്ര വർഷം, അങ്ങനെയുള്ളൊരു കണക്ക് ലോകത്തിന് മുഴുവൻ ക്രമേണ പ്രാബല്യത്തിൽ വന്നു. ഒരർത്ഥത്തിൽ അത് കൃത്യമായിട്ട് ക്രിസ്തു ജനിച്ച വർഷമല്ല, അതിന് കൃത്യ കണക്ക് വന്നത് ഒരു പിഴവ് വന്നുകൊണ്ടാണ്. BC 4 ക്രിസ്തു ജനിച്ചത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. ഒരർത്ഥത്തിൽ അതിനകത്തൊരു കാര്യമുണ്ട്.
യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ, മനുഷ്യവർഗത്തിന്റെ ചരിത്രം കണക്കാക്കുമ്പോൾ യേശുക്രിസ്തു എന്ന മഹാരാജാവ്, ദൈവരാജ്യത്തിലെ ചക്രവർത്തി ലോകത്തിൽ പിറന്നതിനോടനുബന്ധിച്ച് ആ കാലഘട്ടം എന്താന്നുള്ളത് വളരെ വളരെ രസകരമായ, സ്വീകാര്യമായ, ഒരു പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ 2024 പിറന്നു പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 ആയിട്ടില്ലല്ലോ. നമ്മുടെ വളർച്ച അതുമായിട്ട് കണക്കാക്കാൻ പറ്റിയല്ല. നമ്മൾ ജനിച്ച വർഷമാണ്. ഓരോരുത്തരും ജനിച്ച വർഷങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ജനിച്ച എത്ര വർഷമായി കാണും, നിങ്ങൾ ഓരോരുത്തരും ജനിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി, അതാണല്ലോ നമ്മുടെ പ്രായം. നമ്മുടെ വർഷം അത് നമ്മുടെ വർഷം. എന്നാൽ ആ ജന്മദിനമാണ് പലപ്പോഴും നമ്മളൊക്കെ ആഘോഷിക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് ജന്മദിനാഘോഷത്തിൽ കൂടി വരുവാണ്. ബൈബിളിൽ അതുപോലെയുള്ള ആഘോഷമൊന്നും ഇല്ലെങ്കിൽ പോലും ആളുകൾ ഒത്തിരി ആഘോഷിക്കുന്നുണ്ട്. ബൈബിളിൽ ആകെ ഒരു ജന്മദിനാഘോഷിച്ചത് ചുരുക്കമാണ് തോന്നുന്നു. ഒന്ന് ഹെരോദാവിന്റെ ജന്മദിനമാണ്. അതൊരു ഓർക്കാനാവാത്ത ഒരു അശുഭ ജന്മദിനമായിട്ടാണ് ലേഖനങ്ങളിൽ, ബൈബിൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. സുവിശേഷം പറയാനും ദൈവരാജ്യം പരിചയപ്പെടുത്താനും മറ്റുള്ളവർക്ക് ആതിഥ്യം നൽകാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നന്നായൊക്കെ കൈകാര്യം ചെയ്താൽ നല്ലത് തന്നെയാണ്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയ വളർച്ചയുടെ അളവും വർഷവും ബന്ധപ്പെട്ടിരിക്കുന്നത് അവന്റെ ഈ ലോകത്തിലുള്ള അവന്റെ ജനികമായിരിക്കുന്ന ജന്മത്തോടനുബന്ധിച്ചല്ലല്ലോ. നമ്മൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക്, ദൈവഭവനത്തിലേക്ക്, ദൈവമക്കളായിട്ട് നമ്മൾ ജനിച്ചത്. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. അപ്പൊ ആ വീണ്ടും ജനനത്തിന്റെ അനുഭവം മുതൽ നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങുകയാണ്. അവിടെ മുതലാണ് നമ്മുടെ വളർച്ച. അതൊരാരംഭമാണ്. ഈ ലോകത്തിലെ ജനനം, ഈ ലോകത്തിലെ നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കമായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന, വിശ്വാസത്താൽ അംഗീകരിക്കുന്ന ആ നിമിഷം മുതൽ നമുക്ക് ലഭിക്കുന്ന, നമ്മളിൽ ആരംഭം കുറിക്കുന്ന ആ പുതിയ തുടക്കം, ആ പുതുജനനം, അത് നിത്യതയോളം നിലനിൽക്കുന്ന, അവസാനമില്ലാത്ത ഒരു ദൈവരാജ്യ ജനനമാണ്. അവിടെ മുതൽ നമുക്ക് എന്ത് വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരിശോധനാ വിഷയം. അതുപോലും കട്സൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ വർഷവും മാസവും ഒന്നും അല്ല ഇവിടുത്തെ വലിയ വിഷയം എന്ന് ചെറുതായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ വർഷവും മാസവും ഒന്നും അല്ല നമ്മുടെ വളർച്ചയെ നിർണ്ണയിക്കുന്ന ഘടകം. ഞാൻ വർഷത്തെ പറ്റി ഓർക്കുമ്പോൾ അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, അതിന്റെ 3:4-10, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് ഭയപ്പെടുന്നു. എന്തായാലും പുതുവർഷം പിറക്കണ്ടെന്നോ അന്നേരം പടക്കം പൊട്ടിക്കണ്ടെന്നോ ഒന്നും അല്ലായിരിക്കും അതിന്റെ അർത്ഥം. ആത്മീയതയെ ഒരു ഇങ്ങനെയുള്ള വർഷങ്ങളോടും മാസങ്ങളോടും വാവുകളോടും ഒക്കെ ബന്ധപ്പെടുത്തി അളക്കുന്ന ആ മതവ്യവസ്ഥിതി അത് കാലഹരണപ്പെട്ട ഒരു പഴയതാണെന്നും എല്ലാ മതങ്ങളിലും ഉണ്ട്. യഹൂദ മതത്തിലും അതിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാം. കർത്താവ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അങ്ങനെയുള്ള അളവുകളെയും ഒക്കെ ബന്ധങ്ങളെയും ഒക്കെ അതിജീവിക്കുന്ന ഒരു പുതിയ ജീവിത വ്യവസ്ഥയിലേക്ക് ക്രിസ്തുവിൽ, ദൈവാത്മാവിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ്. അതൊരു വലിയ ഒരു വിടുതലിന്റെ, ഒരു സ്വാതന്ത്ര്യത്തിന്റെ, ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ബന്ധനത്തിൽ നിന്നുള്ള, അതിന്റെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. അതാണ് ക്രിസ്തീയത. പുതിയ നിയമത്തിലെ ക്രിസ്തീയത അതാണ്. പിന്നീട് പുതിയ നിയമത്തിലെ ക്രിസ്തീയത ഇതുപോലെയുള്ള പഴയതിലേക്ക് വീണുപോയ ചരിത്രം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, അതിനതീതമായിരിക്കുന്ന ഒരു പുതുജീവിതമാണ് ക്രിസ്തുവിൽ നമ്മൾ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒരു പരിശോധന നമ്മൾ നടത്തിയാല്, ഇപ്പൊ വർഷവും വളർച്ചയും അല്ലെങ്കിൽ മാസങ്ങളും വളർച്ചയും എന്ന് പറഞ്ഞാല് കാലങ്ങൾ കൊണ്ടാണല്ലോ വളർച്ച സംഭവിക്കുന്നത്. അത് വർഷമാണെങ്കിലും മാസമാണെങ്കിലും ദിവസമാണെങ്കിലും സമയത്തിലാണ് ഈ വളർച്ച നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പരിശോധന
നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ വളർന്നു, ശാരീരികമായിട്ട് എത്ര വളർന്നു, ബുദ്ധിപരമായിട്ട് എത്ര വളർന്നു, ആരോഗ്യത്തിൽ എത്ര വളർന്നു, അല്ലെങ്കിൽ സമ്പത്തിന് എത്ര വളർന്നു, സ്വാധീന ശക്തിയിൽ എത്ര ഈ വർഷങ്ങൾ കൊണ്ട് വളർന്നു എന്നുള്ള ഒരു പരിശോധനയല്ല അത്. ഈ ലോകപ്രകാരം പരിശോധനയാകുമ്പോൾ ക്രിസ്തുവിൽ നാം ജനിച്ച അന്നു മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആ സമയത്തിന് അനുസൃതമായിരിക്കുന്ന ഒരു വളർച്ച നമുക്ക് ക്രിസ്തുവിൽ ആത്മീയമായി നടന്നിട്ടുണ്ട്. അതൊരു വളരെ ആവശ്യമായിരിക്കുന്ന, വളർച്ചയ്ക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു പരിശോധന കൂടിയാണ്. ഞാനിങ്ങനെ ഒരു പഴയ ഒരു പ്രസ്താവന ഏതോ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ വായിച്ചത് ഇങ്ങനെ ഓർക്കുന്നു. ഇങ്ങനെയാണത്: there are two things that are bigger when they are born than when they are grown up, a wasp and a Christian. വളരുമ്പോൾ, ജനിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിപ്പം കുറയുന്ന രണ്ടു തരം ജീവികളെ ഉള്ളൂ, വേട്ടാവെളിയനും ക്രിസ്ത്യാനിയും. വാസ്പം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വെട്ടാവെളിയും ഒരു വണ്ടാണ്, ഉളവി ടൈപ്പ് വണ്ടാണ്. ഉണ്ടാകുമ്പോഴുള്ളതിനേക്കാളും അതിന് വലിപ്പം കുറവായിരിക്കും, കുറച്ചുകൂടി അത് മച്ചുവറാകും, പക്വത പ്രാപിക്കണം. ക്രിസ്ത്യാനികളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ, ക്രിസ്ത്യാനികളെ വിലയിരുത്തിക്കൊണ്ടോ എഴുതിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഒരർത്ഥത്തില് ക്രിസ്ത്യാനികളുടെ ജീവിതം നോക്കിയാല് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളൊരു വിചിത്രമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ ക്രിസ്ത്യാനികളിൽ, വിശ്വാസികളിൽ കാണുന്നുണ്ട്. ജനിക്കുമ്പോൾ എന്തൊരാവേശമായിരിക്കും അല്ലെ, വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഉള്ള ആവേശവും ഉത്സാഹവും ആത്മാർത്ഥതയും സമർപ്പണവും ഔദാര്യവും ഏത് കഷ്ടവും സഹിക്കുവാനുള്ള ആ തീക്ഷ്ണതയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, സഭയിലൊക്കെ പോയി സ്നാനപ്പെട്ട് സഭയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ സത്യത്തിൽ വളരുന്നതിനനുസരിച്ച് ഈ ആവേശം കുറയുന്നു, ആത്മാർത്ഥത കുറയുന്നു, സമർപ്പണമൊക്കെ കുറഞ്ഞു വന്ന് കുറെയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു മനസ്സില്ല മനസ്സായി, മടുപ്പായി പല ആളുകളും അവസാനത്തോട് അടുക്കുന്തോറും വിശ്വാസത്തിൽ ഉണ്ടോന്ന് തന്നെ സംശയം വരുന്ന രീതിയിലും, അല്ലെങ്കിൽ പ്രശ്നക്കാരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരും സഭയ്ക്ക് ബാധ്യതയായിരിക്കുന്നവരും ഭാരമായിരിക്കുന്നവരും ഒക്കെ ആയി പോകുന്ന ഒരു വിചിത്ര സ്വഭാവം. സത്യത്തിൽ നേരെ തിരിച്ചാ വരേണ്ടത്. ഈ ലോകത്തിലൊക്കെ നേരെ തിരിച്ചാ. അറിവും സാധ്യതയും സ്വാധീനമൊക്കെ കൂടിക്കൂടി വരുന്നു. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ പലരും കുറഞ്ഞു പോകും. അതിനെ രസകരമായിട്ടാണ് ആ പ്രസ്താവന പറഞ്ഞത്. എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാര് എബ്രായലേഖനം എഴുതിയപ്പോൾ അങ്ങനെ തന്നെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം വാക്യം, 5-12 വാക്യം: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ. കാലം നോക്കിയാൽ, അതായത് വർഷങ്ങൾ നോക്കിയാൽ, ഇപ്പൊ നിങ്ങൾ ആരാകണമായിരുന്നു? ഉപദേഷ്ടാക്കന്മാരാകണമായിരുന്നു. മറ്റുള്ളവരെ ഉപദേശിക്കാൻ, ആത്മീയമായി ദൈവിക സത്യങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വിവരിച്ചു കൊടുക്കാൻ, അത് പഠിപ്പിക്കാനായിട്ട് ശക്തിയുള്ള ആളുകൾ ആകേണ്ടതായിരുന്നു. എന്നാൽ പ്രായമൊക്കെ കൂടിയാലും ഇപ്പൊ നിങ്ങള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണല്ലോ എന്ന്. നിങ്ങൾക്ക് പാല് തരേണ്ട സ്ഥിതിയിലാണ്. ആദ്യ പാഠങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞു തരേണ്ട സ്ഥിതി. വളർന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കാലം കൂടിയാലും, പ്രായം വർഷങ്ങൾ കൂടിയാലും, ആത്മീയ ജീവിതത്തിന് വർഷങ്ങൾ കൂടിയാലും അതിനനുസരിച്ചുള്ള പക്വതയോ പാകതയോ പ്രയോജനക്ഷമതയോ സ്വഭാവ വൈശിഷ്ട്യമോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് മനുഷ്യർക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ഇന്ന് കേൾക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ രക്ഷാനുഭവത്തിന്റെ പഴയ അനുഭവത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചു പോകാം. സുവിശേഷം ആദ്യമായി കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ് നമിച്ച് നമ്മളെ തന്നെ താഴ്ത്തി, അവിടുത്തെ ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് വില അവിടുന്ന് നമുക്ക് വീണ്ടെടുപ്പിന്റെ വില അവിടുന്ന് കൊടുത്തു എന്ന് മനസ്സിലാക്കി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ നായകനായിട്ട് സ്വീകരിച്ച് ഏറ്റുപറഞ്ഞതായിരിക്കുന്ന ആ ദിവസം
കർത്താവ് യേശുവെ, അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കർത്താവായി നിയന്താവായി ഞാൻ സ്വീകരിക്കുന്നു. അവിടുന്ന് എന്നെ കൈക്കൊള്ളണമേ, എന്നെ ഉപേക്ഷിക്കരുത്. അങ്ങയുടെ പാത പിന്തുടരാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ട ആ സമയം, ആ അനുഭവമുള്ളവരാണ് രക്ഷയുടെ അനുഭവമുള്ള ആളുകൾ. അതിനു മുമ്പുള്ള നമ്മുടെ ജീവിതവും അതിനു പിമ്പുള്ള നമ്മുടെ ജീവിതവും ഇരുളും വെളിച്ചവും പോലെ വ്യത്യസ്തമാണ്. ഒന്ന് ജീർണിച്ചു പോകുന്ന പഴയതും, മറ്റത് ഒരിക്കലും അവസാനമില്ലാത്ത അനുദിനം പുതുക്കം പ്രാപിക്കുന്ന ആ നിത്യ തേജസ്സുമാണ്. അതാണ് രക്ഷയിൽ നമുക്ക് സംഭവിച്ചത്. എന്നാൽ നമ്മൾ അവിടെ ജനിച്ചത് ഒരു കുഞ്ഞായിട്ടാണ്. ആ വളർച്ച വന്നോ? ഞാന് കേരളത്തിലെ സരസവിളക്ക് തുടങ്ങിയ കാലഘട്ടം തന്നെ ഏകദേശം 150 വർഷമായി. ഒരു 80കളിലൊക്കെ ആയിരിക്കാം ഇവിടുത്തെ നമ്മളൊക്കെ ഉള്ള സഭകളിലെ പ്രവർത്തനങ്ങളൊക്കെ ആദ്യം തുടങ്ങിയത്. ഒരു 40-45 വർഷമൊക്കെ വിശ്വാസ ജീവിതമുള്ള ആളുകളായിരിക്കണം ഇവിടെയുള്ള, അതിനും കുറവുള്ള ആളുകളാണെന്ന്. എങ്കിലും ആലോചിച്ച് നോക്കിയേ, 40 വർഷത്തെ വിശ്വാസ ജീവിതം, 30 വർഷത്തെ വിശ്വാസ ജീവിതം, ഇവരൊക്കെ ജീവിച്ചവര് ഒരർത്ഥത്തിൽ വാർദ്ധക്യത്തിലെത്തി. ഇനി കർത്താവിന് വരവ്, അവന്റെ മുഖം കാണാൻ പ്രതീക്ഷിച്ചു ഇവിടുത്തെ ജോലി തികച്ച് ഓട്ടം ഓടി വിശ്വാസം കാത്തു ഒരാട്ടം തികച്ചെന്ന് പോകാൻ നിൽക്കുന്നവരാണ്. ആ വളർച്ചയുടെ അത്രയും വർഷത്തെ വളർച്ച, അതിനുള്ള സാധ്യതകൾ, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ദൈവം പല മുഖാന്തരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു പക്വത, ഒരു പാകത, ഒരു ഫലപ്രാപ്തി, ഒരു പ്രയോജനക്ഷമത, ഒരു സ്വഭാവ ശ്രേഷ്ഠത നമ്മൾ കണ്ടോ? വർഷത്തിനൊത്ത ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? സാധാരണ പ്രായം കൂടുന്തോറും മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി പൊതുവെ ലോകത്തിൽ നമുക്ക് കാണാം. കുറച്ചുകൂടെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പഴയ കുട്ടിത്തങ്ങളിലേക്കും ദുർവാശികളിലേക്കും ഒക്കെ ആളുകൾ മടങ്ങി പോവുകയും ഒക്കെ ചെയ്ത് ജീവിതം ഒരു ഗുണത്തെക്കാളേറെ ഭാരമായി തീരുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഈ ലോകത്തിലെ പ്രായമായ മനുഷ്യരിലുണ്ട്. അതുകൊണ്ടാണല്ലോ വൃദ്ധസാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നതും കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളൊക്കെ ഉള്ള പലർക്കും പല കുറ്റങ്ങളുണ്ട്. പ്രായമായി എന്നോർത്ത് സ്വഭാവം എല്ലാം നന്നായിക്കൊള്ളണമെന്നുമില്ല. വിശ്വാസികളിലും ഇത് വരാം. വ്യക്തിപരമായിട്ടും വലിയ പ്രതീക്ഷകൾ നൽകി വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന പല ആളുകളും കുറച്ചുകൂടെയൊക്കെ പ്രായം കൂടി സത്യത്തിൽ അറിവും പരിജ്ഞാനവും ഒക്കെ വർദ്ധിക്കുകയും അനുഭവ പരിജ്ഞാനവും സാധ്യതകളും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അവര് പിന്നെ ഗുണമല്ല പ്രശ്നക്കാരായിട്ട് മാറുകയാണ്. ഇപ്പൊ ബൈബിളിൽ തന്നെ ചില ആളുകളെ നമ്മൾ നോക്കിയാൽ അറിയാം, ആദ്യം ഭയങ്കര ഉന്മേഷവാന്മാരായിരുന്നു, പിന്നെ പ്രശ്നക്കാരായിരുന്നു. ഇപ്പൊ ശൗൽ രാജാവിന്റെ ചരിത്രം നോക്കി, എന്തൊരു വിനയത്തോടും എന്തൊരു താഴ്മയോടും കൂടിയാണ് രാജസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. പിന്നീട് പദവിയും പ്രൗഢിയും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ദാവീദിന്റെ പുറകെ ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് അധപതിച്ചു പോവുകയാണ്. ശലോമോൻ രാജാവ് ആദ്യത്തെ പ്രാർത്ഥനയൊക്കെ എത്രയൊരു ഭക്തിയുടെ, എത്ര ലീനമായിരിക്കുന്ന ഒരു ദൈവത്തോടുള്ള പ്രതികരണമായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നതോ അങ്ങനെ ബൈബിളിലുണ്ട്. നമ്മുടെ അനുഭവത്തിലും നമുക്കറിയാം, ആളുകൾ പിന്നെ അഹങ്കാരികളാകുകയും എനിക്കെല്ലാം അറിയാം, എന്നെ പഠിപ്പിക്കാനായിട്ടും വരണ്ട എന്നൊക്കെ പറയും. അഹങ്കാരവും സ്വാർത്ഥതയും അധികാര പ്രമത്തതയും അങ്ങനെ ഉള്ള പ്രശ്നക്കാരും വിമർശകരും ഒക്കെ ആയിട്ടൊക്കെ തീർന്ന് ചില ദുർനടപ്പുകാർ പോലുമായി അവസാനം ആദ്യം ഉണ്ടായിരുന്ന ആ വളർച്ചയും പകതയില്ല, അവസാനം സഭയ്ക്ക് ദോഷമായി തീരുന്ന ആളുകളൊക്കെ സഭാ ജീവിതത്തിൽ നമുക്ക് കാണാം. നമ്മുടെയും ജീവിത അനുഭവങ്ങളിൽ നമ്മൾ വളർച്ച, ഒരു പുരോഗമനാത്മകമായ ഒരു പക്വത എല്ലാ നിലകളിലും എനിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് വ്യക്തിപരമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഏതായാലും ചെയ്യും. നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് പ്രയോജനമുണ്ട്. മറ്റുള്ളവരൊക്കെ അതൊക്കെ ചിന്തിക്കുമല്ലോ, ഇവൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, ഇദ്ദേഹം വായിക്കുന്നത് ബൈബിൾ അല്ലേ, വേദവസം അല്ലേ പഠിക്കുന്നത്, ഈ സഭയിലുള്ള ആളല്ലേ, ഈ കർത്താവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രായത്തിനത്രയുള്ള വളർച്ച ഇല്ലല്ലോ എന്ന് നമ്മളല്ലെങ്കിൽ മറ്റുള്ളവർ വിലയിരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല സഭകൾക്കും ഇത് വരാം, ഈ വളർച്ചയുടെ കാര്യം. സഭയെ എടുത്താലും ഒരു സ്ഥലസഭയെ എടുത്താലും നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത്, നമ്മളും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് ആത്മീയ വർഷ സംവത്സരങ്ങൾ കൂടുന്തോറും അവസരങ്ങൾ ലഭിക്കുന്തോറും വളരണമെന്നുള്ളതല്ലേ. കൂടുതൽ ആളുകൾ, കൂടുതൽ പക്വതയുള്ളവർ, കൂടുതൽ നന്മ പ്രവർത്തികൾ, കൂടുതൽ സുവിശേഷ വേല, കൂടുതൽ ലോകത്തിന്റെ സാക്ഷ്യം, കൂടുതൽ ലോകത്തെ സ്വാധീനിക്കുന്നവരായിട്ട് തീരുക, ഇതൊക്കെയല്ലേ സഭയ്ക്ക്, ഒരു സ്ഥലസഭയ്ക്ക് വരേണ്ടത്.
പക്ഷെ അങ്ങനെയാണോ സരസഭകൾ സംഭവിക്കുന്നത്? അതോ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കം വലുതും പിന്നെ വളരെ കാലം മുന്നോട്ട് പോകുന്തോറും ചെറുതായി ചെറുതായി സ്വാധീനം കുറഞ്ഞ്, സാക്ഷ്യം കുറഞ്ഞ്, പക്വത കുറഞ്ഞ അനുഭവങ്ങളാണോ? പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുന്നു. സഭ വളരെ കാലം കൂടുന്നതോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ, ആളുകൾ അനാത്മികരായിത്തീരുന്നു, ഉന്മേഷമില്ലാതെയായിത്തീരുന്നു, ദൗത്യം മറന്നു പോകുന്നു. പിന്നെ കുറെ ആചാരവും ചട്ടങ്ങളും മാത്രം പ്രവർത്തിക്കുന്ന, ചെയ്തു കൂട്ടുന്ന ഒരു വിഭാഗമായിട്ട് മാത്രം തീരുകയും ആ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു പരിശോധനയുടെ വിഷയം തന്നെയാണ്. നാം സത്യത്തിൽ ഈ വർഷങ്ങളുടെ കണക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ, ദൈവപരിജ്ഞാനത്തിന്റെ, പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ ഒരുപാട് സാധ്യതകൾ, അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ നാം സത്യത്തിൽ വളരുകയാണോ ചെയ്തത്, അതോ തളരുകയാണോ ചെയ്തത്? ഞാൻ വളരുകയാണോ തളരുകയാണോ ചെയ്തത്? നിങ്ങൾ ഓരോരുത്തർക്കും ആത്മീയമായിട്ട് വളരുകയാണോ തളരുകയാണോ ചെയ്യുന്നത്? അതൊരു ശരിയായ പരിശോധന നടത്തേണ്ടതും അതിനെ ഗൗരവമായി വിചിന്തനം ചെയ്യേണ്ടതുമാണ്. ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ, ഇതിനു ശേഷം ഞാൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആത്മീയ വളർച്ചയുടെ ചില പ്രധാന തലങ്ങളെ പറ്റിയാണ്. അത് ഞാൻ ചുരുക്കമായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഒരു വാക്യം ആദ്യം തന്നെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2:40 വളർച്ചയെ പറ്റിയുള്ള ഒരു നല്ല വാക്യമുണ്ടല്ലോ. നമ്മുടെ കർത്താവിന്റെ വളർച്ചയെ പറ്റി പറയുമ്പോൾ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് മനുഷ്യത്വം എടുത്തു വന്നപ്പോൾ യേശുക്രിസ്തു എന്ന ആ മനുഷ്യൻ വളർന്നതിനെ പറ്റി പറയുകയാണ്. വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ആ കർത്താവിൽ ആ വളർച്ച ഇങ്ങനെ നമ്മൾ കാണുകയാണ്. ചെറുപ്പത്തിലെ അനുഭവമാണ് അവിടെ പറഞ്ഞത്. 12 വയസ്സായപ്പോൾ ആ കർത്താവിന് പിന്നെയും വളർന്ന ഒരാളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവാലയത്തിൽ വെച്ച് ഞാൻ എൻ്റെ പിതാവിനുള്ളിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പ്രദർശിപ്പിച്ചതായിരിക്കുന്ന ആ പക്വത, ആ ജീവിത വീക്ഷണം നമുക്ക് ആ ഒറ്റ വാക്കിൽ നമുക്ക് കാണാം. പിന്നീട് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ആ കുലീനത്വം, ആ ക്രിസ്തുവിൽ ആ പുതുമനുഷ്യൻ ചെയ്തതായിരിക്കുന്ന ആ താഴ്മയുടെ ആ ചിത്രം, ആ വിധേയത്വത്തിന്റെ ചിത്രം, ആ പക്വത നമുക്ക് കാണാം. പിന്നീട് ദൈവവേലയ്ക്കായിട്ട് യോഹന്നാന്റെ അടുക്കൽ നിൽക്കുമ്പോൾ, പിന്നീട് പരസ്യശുശ്രൂഷ കാലത്ത്, പിന്നീട് ഗത്സമനയിലെ പ്രാർത്ഥിക്കുമ്പോൾ, കാൽവരി ക്രൂസിംഗിലേക്ക് നടന്നു പോകുമ്പോഴൊക്കെ ആ കർത്താവിനുള്ള ആ പക്വതയുടെ ആ പ്രദർശനങ്ങൾ നമുക്ക് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. വീണ്ടും അവിടുത്തെ പുനരുത്ഥാനത്തിൽ നാം കാണുന്ന തേജസ് സത്യത്തിൽ മനുഷ്യത്വത്തിന്റെ ആ പൂർണ്ണ തേജസ്സാണ്. ക്രിസ്തുവിന്റെ തേജസ്, ക്രിസ്തുവിലുള്ള മനുഷ്യത്വത്തിന്റെ ആ നിറവും ആ തേജസ്സുമാണ്. അതിന്റെ തുടക്കമാണ് വീണ്ടും ജന്മത്തിൽ നമ്മൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ വിത്തായി അത് നമ്മിൽ വീണ്, അത് വളർന്ന്, അത് മുളച്ച് വളർന്ന് അവസാനം ക്രിസ്തുവിന്റെ തലയായ ക്രിസ്തുവോളം വളരുന്ന, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും എന്ന് പറയുന്ന ആ ക്രിസ്തുവിനെ പോലെ ആ സമാനതയുള്ള മനുഷ്യത്വങ്ങളായിട്ട്, തേജസ്സുള്ള മനുഷ്യരായി നമ്മൾ തീരും. ആ പുരോഗതി, അതാണ് രക്ഷയിൽ നടക്കുന്ന ആ പുരോഗതി, രക്ഷയിൽ നടക്കുന്ന വളർച്ച, രക്ഷയുടെ വളർച്ചയാണത്. ആരംഭിച്ച് വളർന്ന് പക്വത പ്രാപിക്കുന്ന, പൂർണ്ണത പ്രാപിക്കുന്ന ആ ഒരു വലിയ പ്രോഗ്രാമാണ് ദൈവം ആത്മാവിൽ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദൈവപരിപാടിയിൽ ആത്മാർത്ഥമായി വിധേയത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ വരുന്നതായിരിക്കുന്ന ആ വളർച്ചയുടെ തലങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ഒരാൾ വളരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവിലുള്ള വളർച്ചയാണ്. അറിവെന്ന് പറഞ്ഞാൽ വെറും ഇൻഫർമേഷൻ കൂടുന്നു എന്നതല്ല, അത് നമ്മുടെ ബോധ്യതലത്തിലുള്ള വളർച്ചയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അറിവുകൾ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളായി തീരുന്നതാണ് വളർച്ചയുടെ ഒരു വലിയ ലക്ഷണം. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ അറിവൊക്കെ നമുക്ക് നോക്കാം. ചില കുട്ടികളൊക്കെ ഭയങ്കര കഴിവുള്ള കുട്ടികളാണല്ലോ, പറയുന്നതൊക്കെ ഓർത്തിരിക്കും. ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില കുഞ്ഞുങ്ങളുടെ അത്ഭുതകരമായിരിക്കുന്ന മികവുകളൊക്കെ കാണാം.
ഓർത്തിരിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള ഭയങ്കര കഴിവ്. കാറിന്റെ നമ്പറായിരിക്കും, ചിലപ്പോൾ പ്രധാനമന്ത്രിമാരുടെ പേരുകളായിരിക്കും, രാജ്യങ്ങളുടെ പേര് തലസ്ഥാനം ഒക്കെ ആയിരിക്കും, ചില കുട്ടികളൊക്കെ ഓർക്കും. ഇതൊക്കെ അവരുടെ അറിവും അവരുടെ മനസ്സിൽ സൂക്ഷിച്ച ഓർമ്മകളൊക്കെയാണ്, മനഃപ്പാടമാക്കാനുള്ള കഴിവാണ്. എന്നാൽ അതല്ലല്ലോ ഒരു ഒരു പക്വതയുടെ ലക്ഷണം. പക്വതയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനഃപ്പാടമാക്കി അത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, കാര്യങ്ങളെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിയില്ല, പഠിപ്പിച്ചത് പറയാൻ കഴിയും. എന്നാൽ ഒരു അധ്യാപകൻ അത് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളാണ്. കാരണം എന്താണ്? ഈ പറയുന്ന കാര്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കും. ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാല് കാര്യം പറഞ്ഞ് അത് നോട്ട്ബുക്കിൽ എഴുതി കൊടുത്ത് അത് മനഃപ്പാടമാക്കി അത് ആൻസർ പേപ്പർ എഴുതിക്കുന്ന ആളല്ലോ. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ലീക്ക് ഔട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമാവും, നല്ല മാർക്ക് കിട്ടും. അതല്ലല്ലോ അധ്യാപനം. അധ്യാപനം എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കി അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും, വിദ്യാർത്ഥികൾ പറയും, ആ ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയും. നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ നോക്കിയേ, ചില ആളുകള് അങ്ങനെ പഠിപ്പിച്ചവർ, ചില ആളുകള് നമ്മുടെ തലേനെ നമ്മളെ എംബോസിറ്റ് എഴുതിച്ചും കോമ്പോസിറ്റ് എഴുതിപ്പിച്ചും ഒക്കെ മനഃപ്പാടമാക്കി പഠിപ്പിച്ചവരാണ്. പക്ഷെ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് അത് നമ്മുടെ ബോധ്യങ്ങളായിട്ട് തീരുന്നത്. ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഒരു വസ്തുതയുണ്ട്. കാര്യങ്ങളെ കുറെ മനഃപ്പാടമാക്കി വെച്ചതുകൊണ്ടോ വാക്യം പഠിച്ചതുകൊണ്ടോ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് തെറ്റിക്കാതെ പറഞ്ഞതുകൊണ്ടോ മാത്രം ഒരാൾ ആത്മീയ പക്വത പ്രാപിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് അളക്കാൻ കഴിയില്ലല്ലോ. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ലോകത്തിലെ പ്രായം നോക്കിയാൽ അറിയാം, കാര്യങ്ങൾ ഗ്രഹിച്ച് അവതരിപ്പിക്കാൻ കഴിയുള്ളവര് നമ്മൾ പറയും നല്ല പക്വതയുള്ള ആളാണ്, നല്ല വളർച്ചയുള്ള ആളാണ്. അതുപോലെ തന്നെ ആത്മീയ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആത്മീയ ബോധ്യങ്ങൾ ഉണ്ടായിത്തീരുന്നു. നമ്മൾ ആദ്യം കേട്ടുപഠിച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ബോധ്യമായിത്തീരുന്നു. രക്ഷിക്കപ്പെടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഭാവിയാണ്, കർത്താവിന് വേണ്ടി മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിയുമായിരിക്കും. എപ്പോഴായത് ഇവർക്ക് തിരിയുന്നത്? ഇത് എന്തായി പറഞ്ഞെന്നുള്ളതും എന്തിനാ കൈപൊക്കിയെന്നുള്ളതൊക്കെ തിരിയുന്ന അപ്പോഴാണ് ബോധ്യമാകുന്നത്. അവരാ പറഞ്ഞ തെറ്റാണെന്നുള്ളതല്ല, കാര്യം അത് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായി ഗ്രഹിക്കുമ്പോഴാണ് അതിനെതിരൊരു കാര്യം വന്നാലും അത് തിരിച്ചു ചിന്തിക്കാൻ കഴിയില്ല, അത് സത്യമാണെന്നുള്ള ഉറപ്പ്. അപ്പൊ വളർച്ച എന്ന് പറയുമ്പോൾ അതാണ്. ഇപ്പൊ ആത്മീയ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ പല പ്രതികരണങ്ങളുണ്ട്. ആത്മീയ കാര്യങ്ങൾ പ്രതികരിക്കുന്നവര് ഇപ്പൊ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ജനിക്കുന്ന സാധാരണ കുഞ്ഞുങ്ങളാണ് ഈ ബൈബിൾ ചെറുപ്പത്തിലെ വായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. സൺഡേ സ്കൂളിലൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. ദൈവത്തെ പറ്റിയും ക്രിസ്തു കർത്താവിനെ പറ്റിയും ഒക്കെ നല്ലതും അറിയാം. എന്നാൽ കുറച്ചുകൂടെ അവർ വളരുന്നതിനനുസരിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങും, ഇത് ശരിയാണ്, എന്താ ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ആ ചിന്ത പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ഒരു കൂട്ടം ആളുകൾ ചിന്തിച്ച് ഈ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കും, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ അബദ്ധങ്ങളാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയും. അങ്ങനെ ചിന്തിച്ച് തള്ളിക്കളയുന്നുണ്ട്. വേറൊരു കൂട്ടം ആളുകള് ഇത് ചിന്തിച്ച് പരിശോധിച്ച് കൂടുതൽ അറിഞ്ഞ് ആഴത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതല്ലാതെ വേറൊരു ശരിയില്ലല്ലോ, ഇതുപോലൊരു സത്യം വേറെ ഏതാണുള്ളത് എന്ന് ചിന്തിച്ച് അത് ബോധ്യമായിട്ട് തീരും, തെളിവുകൾ കൊണ്ട് ഉറപ്പിക്കും അത്. ഇനി വേറൊരു കൂട്ടര് അവര് ഇതൊക്കെ പ്രായം കൂടിയാലും അതൊക്കെ മതം, അതൊക്കെ വിശ്വാസം, അവർ പള്ളിയിലും പോകും, സഭയിലും പോകും, കുനിയുടെ അടുത്ത് കുനിയും എഴുന്നേക്കേണ്ട അടുത്ത് എഴുന്നേക്കും, പറയുന്നതിനൊക്കെ ആമേനൊക്കെ പറയും. ആർക്കിത് ചിന്തിക്കാൻ പറ്റും? അവരുടെ ചിന്താ ലോകം വേറെ ലോകത്തിലാണ്. അവരാരായിരിക്കും? ഞാൻ ഒരു ആദ്യം പറഞ്ഞ ആളുകൾ, ചിന്തിച്ച് തള്ളിക്കളയുന്ന ആളുകൾ, അവര് ആത്മീയതയിൽ തളർന്നു പോകുന്ന ആളുകളാണ്. അവര് വിശ്വാസ ജീവിതത്തിൽ വളരാത്തവരാണ്, വളരാത്ത ആളുകൾ. ചിന്തിച്ച് ഉറപ്പ് പ്രാപിക്കുന്നവരും അത് ബോധ്യങ്ങളാവുന്നവരുമാണ് വളരുന്നവർ. പിന്നെ ഒരു ചിന്തയില്ലാതെ ഈ കേട്ടത് പിന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയും അവസരോചിതം ഒക്കെ ജീവിക്കുകയൊക്കെ അവസരവാദികളായിരിക്കുന്ന ആളുകളെ മന്ദബുദ്ധികളാണ്. അവർക്ക് ഇത് തിരിഞ്ഞിട്ടില്ല, അവർ ചിന്തിച്ചിട്ടുമില്ല. മന്ദബുദ്ധികൾ എന്ന് പറയുമ്പോൾ ആത്മീയമായ മന്ദബുദ്ധികള് ഒരു ബൈബിളിലെ ഒരു കൂട്ടർ തന്നെയാണ്. കർത്താവ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് മന്ദബുദ്ധികൾ എന്ന് വിളിച്ച ഒരു ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, 2 ശിഷ്യന്മാരുണ്ട്. ആരാണെന്ന് അറിയുമോ? അത് മന്ദബുദ്ധികളെ എന്ന് കർത്താവ് വിളിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 24 ക്ലേഫാവും കൂട്ടത്തിൽ വരാൻ കൂടെ ഉണ്ടല്ലോ. ചിലപ്പോൾ ക്ലേഫാന്റെ ഭാര്യയായിരിക്കും എന്നാണല്ലോ പൊതുവെ ഒരു ചിന്തയുള്ളത്. അവരെ കർത്താവ് വിളിച്ചു മന്ദബുദ്ധികളാണ്. നിങ്ങൾ ഈ തിരുവെഴുത്തുകളൊക്കെ വായിച്ചിട്ട് വായിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വല്ലതും തിരിഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അത് വായിക്കുമ്പോൾ ഇത് എങ്ങനെയായിരുന്നു?
ഒരുപക്ഷെ അവർ മാത്രമല്ല, അന്ന് വരെ തിരുവെഴുത്ത് വായിച്ചാനെ അവയെ ആർക്കും തന്നെ ഒരളവിൽ ക്രിസ്തു മശിഹ ആരാണെന്നും മശിഹ എന്താ ചെയ്യുന്നതും തിരിഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താ? അവർക്കത് തിരിച്ചു കൊടുക്കാതിരിയല്ലോ. എന്നിട്ട് കർത്താവ് അവരുടെ ഹൃദയം തുറന്നു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അത് ബോധ്യങ്ങളായിത്തീർന്നു. അപ്പോസ്തലർ പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ എത്യോപ്യക്കാരനായിരിക്കുന്ന മന്ത്രിയോട് ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നീ വായിക്കുന്നത് നിനക്ക് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു അടിസ്ഥാന ചോദ്യമാണ്. വായിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലാവുന്നുണ്ടോ, അത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, എങ്ങനെ മനസ്സിലാവും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിങ്ങനെ വായിച്ചു വിടുകയാണ്. എവിടെയാ വായിക്കുന്നത് ചോദിച്ചാൽ യെശയ്യാ 53 ഗ്രഹിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർ ക്രിസ്തുയേശുവിനെ യെശയ്യാ 53 യെശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രം കണ്ട് ആ ക്രിസ്തുവിന്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയാണ്. ഒരു ചോദ്യം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകും, നമ്മൾ വായിക്കുന്നത് മനസ്സിലാവും. ഈ ക്രിസ്തീയ സുവിശേഷം സന്ദേശം എന്തെന്നുള്ളത് നമ്മുടെ ബോധ്യമായി തീർന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് തീർന്നിട്ടുണ്ട്. അതാണ് ചോദ്യം. അത് നമ്മുടെ വളർച്ചയുടെ പക്വതയുടെ തെളിവാണ്. ഇത് സത്യം തന്നെയാണ് നമുക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് സത്യം തന്നെയാണ് എന്ന് പറയാൻ മതിയായിരിക്കുന്ന തെളിവുകൾ, ഊന്നലുകൾ, അനുഭവങ്ങൾ, ചരിത്രത്തിന്റെ സാധൂകരണങ്ങൾ, തത്വപരമായി താത്വികമായിരിക്കുന്ന സാധൂകരണങ്ങൾ ഉണ്ടോ? ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് സത്യമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ അകറ്റിക്കളയാനായിട്ട് കഴിയല്ല. മനഃപ്പാടമാക്കിയവരല്ല, അവരെ ഉപദേശത്തിന് ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കുകയല്ല, അവർ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. വളർച്ചയുടെ ഒന്നാമത്തെ പടി അത് ഈ ദൈവ പരിജ്ഞാനം, ആത്മീയ ബോധ്യങ്ങളാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഉറപ്പുള്ള നിശ്ചയങ്ങളാണ് എങ്കിൽ, രണ്ടാമത്തെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തീയ സ്വഭാവം. ഇപ്പൊ കുട്ടികളാണെങ്കിലും നമുക്കറിയാം, അവരുടെ വളർച്ചയിൽ സ്വഭാവത്തിലുള്ള വളർച്ച നമുക്കറിയാമല്ലോ. ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോഴെല്ലാം വിശുദ്ധന്മാരായിട്ടല്ല ജനിക്കുന്നത്. കണ്ടാ അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും എല്ലാ ദോഷങ്ങളും തിന്മകളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ കുട്ടികൾക്കുണ്ട്. ഒരു ചെറിയ ആളുകളായതുകൊണ്ട്, ഒരു സ്വാധീനം കുറവായതുകൊണ്ട് നമ്മൾ സാരമില്ല എന്നൊക്കെ വെക്കുകയുള്ളൂ എന്നുള്ളൂ. വലിയവർ അതുപോലെയൊക്കെ ചെയ്താൽ നമ്മൾ അവരെ മഹാഭാവികൾ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. സ്വാർത്ഥതയും അസൂയയും മത്സരവും ദുശാഠ്യവും ഒക്കെ പാപലോകത്തിന്റെ ഭാഗമായിട്ട് അവകാശപ്പെട്ടുകൊണ്ടാണ് ഓരോ കുഞ്ഞും ലോകത്തിലേക്ക് ജനിക്കുന്നത്. പക്ഷേ വളരുന്നതിനനുസരിച്ച് അവര് കുറെ സോഷ്യലൈസ് ചെയ്ത് സൽഗുണങ്ങളൊക്കെ പഠിച്ച് പല രീതിയിൽ അവർ സ്വാധീനിക്കപ്പെട്ട് നല്ല സൽസ്വഭാവികളായ മാന്യരായ യോഗ്യരായിരിക്കുന്ന ആളുകളായിട്ട് തീരും. സ്വാർത്ഥതയുടെ സ്ഥാനത്ത് നിസ്വാർത്ഥരായിട്ട് തീരും. അസൂയക്കാരായിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും നന്മകളും അംഗീകരിക്കുന്ന മനുഷ്യരായിട്ട് തീരും. അതുപോലെ എല്ലാം എനിക്ക് കിട്ടണമെന്നുള്ളത് കൊടുക്കാം എന്നുള്ള ആ ഒരു വിശാലതയിലേക്ക് വരും. ഇങ്ങനെയല്ലേ സ്വഭാവം വളരുന്നേ. അഹങ്കാരികൾ താഴ്മയുള്ളവരായിട്ട് തീരും. അതാണ് വളർച്ച. ഒരാൾ വളർന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ശരീരം മാത്രം വളർന്നാൽ പോരാ, അറിവ് മാത്രം വളർന്നാൽ പോരാ, അവരുടെ സ്വഭാവത്തെ നോക്കിയിട്ട് പറയും നല്ല പക്വതയുള്ള ഒരാളാണ് ആ വ്യക്തി. ഇത് ലോകപ്രകാരം പറയുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് ഒരു ക്രിസ്തീയ പക്വതയുണ്ട്, ക്രിസ്തീയ സ്വഭാവത്തിലുള്ള ഒരു വളർച്ച ഉണ്ട്. പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തരുവാൻ ഇടവരുന്നു. ദൈവമക്കള് വലിയ വളരേണ്ട സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവം, ഡിവൈൻ നേച്ചർ, കർത്താവിന്റെ സ്വഭാവത്തിന് പങ്കാളികളായി അതിന്റെ പാർട്ടേക്കേഴ്സ് ആയിട്ട് നമ്മൾ തീരുക ചെയ്യുന്നത്. ആ സ്വഭാവം ഏതാണ്? പത്രോസ് തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തോടും വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയത്തോട് ഭക്തിയും, ഭക്തിയോട് സ്ഥിരതയും, സ്ഥിരതയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയും സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ക്രിസ്തീയ സ്വഭാവങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് അവിടെ പറയുക ചെയ്യുന്നത്. അതുപോലെ ക്രിസ്തീയ സ്വഭാവങ്ങൾ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, ആത്മീയമായിരിക്കുന്ന ആ പക്വത, ആ സ്വഭാവം, അതൊക്കെ ഒരു വ്യക്തിയിൽ അനുദിനം വളരണം. അതിനാണ് വളർച്ച എന്ന് പറയുന്നത്. അത് വളരുന്നില്ല എങ്കിൽ, പ്രായം കൂടിയിട്ട് വളർന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ഭാവം, ആ മനോഭാവം, ആ താഴ്മ, ആ സഹിഷ്ണുത, ആ മഹാമനസ്കത, അവരെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത, ആ കരുണ, ആ
ആ ദയ, അതിലല്ലേ നമ്മൾ വളരേണ്ടത്. അതല്ലേ നമ്മുടെ പഠന വിഷയം. കർത്താവായ യേശു ക്രിസ്തുവിനെ, അവിടുത്തെ ആ ശ്രേഷ്ഠ സ്വഭാവത്തെ പഠിക്കുന്ന പഠിതാക്കളാണ് നമ്മൾ. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാനുള്ളത് അറിവിന് മാത്രം വളർച്ചയല്ലല്ലോ, ബോധ്യങ്ങളിൽ മാത്രമുള്ള വളർച്ചയല്ല, ഒരു അടിസ്ഥാനമാണ്. അതിനോട് ചേർന്ന് ആ ബോധ്യങ്ങളെ അനുഭവ തലത്തിലേക്ക്, ജീവിത തലത്തിലേക്ക്, പെരുമാറ്റ തലത്തിലേക്ക്, ഇടപെടുന്ന തലത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് പറഞ്ഞ പോലെ പറയും, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അത് സ്വഭാവത്തിലുള്ള ഒരു വളർച്ചയാണ്. അത് മനുഷ്യരെ കാണാതിരിക്കില്ല, അത് മറച്ചു വെക്കാനായിട്ട് സാധിക്കുകയുമില്ല. അതൊരു വലിയ പരിവർത്തനമാണ്. ഒരർത്ഥത്തില് ലോകം എത്ര കൊള്ളാവുന്ന ആളുകളാണ് ലോകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ക്രിസ്തുവിന്റെ സ്വഭാവം പിന്നെയും ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. ആ സ്വഭാവത്തിലുള്ള വളർച്ചയാണ് നമ്മൾ വരേണ്ടത്. അപ്പൊ ആ സ്വഭാവത്തിൽ നമുക്കൊരു വളർച്ച വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിലെ വർഷങ്ങൾ പിന്തിട്ടത് ദൈവം നമ്മളിൽ നടത്തിയതായിരിക്കുന്ന ഈ പരിശീലനവും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഫലപ്രദമായി എന്ന് പറയണം. നമ്മളെ കണ്ടിട്ട് ആളുകൾ പറയോ, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നീ അല്ലല്ലോ ഇന്ന് നീ. അന്ന് പറഞ്ഞ പോലെയല്ലോ നിന്റെ വാക്കുകൾ, അത് കൃപയോട് കൂടിയതാണല്ലോ, അത് പണിതുയർത്തുന്നതാണല്ലോ. ആ പെരുമാറ്റമൊക്കെ എത്ര കുലീനമായിരിക്കുന്നു, എത്ര നന്നായിട്ടാണ് പ്രതികരിക്കുന്നത്, എത്ര നന്നായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊരു കൃപ അതിലുണ്ട് എന്ന് നമ്മളെ കൊണ്ട് നമ്മളിൽ തിരിച്ചറിയുമാറ് ഒരു രൂപാന്തരം വരുമ്പോഴല്ലേ ക്രിസ്തുവിൽ വളർന്നു, ആത്മീയമായിട്ട് വളർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് എന്നിലും നിങ്ങളിലും വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട, അവർ കാണുന്നുണ്ടോ എന്നുള്ള, അവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു മേഖല ഫലപ്രാപ്തിയുടെ മേഖലയാണ്. ആത്മീയമായി ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതം. മുന്തിരിത്തോട്ടത്തിലെ അത്യവൃക്ഷത്തിന്റെ കഥ കർത്താവ് പറഞ്ഞപ്പോഴ് കർത്താവ് യജമാനൻ വന്ന് നോക്കിയല്ലോ, ഈ മുന്തിരിത്തോട്ടത്തിലെ അത്യവൃക്ഷം നട്ട് പല വർഷങ്ങളായി വന്ന് നോക്കുന്നു, പല ആണ്ട് വന്ന് നോക്കുന്നു, ഫലം കാണുന്നില്ലല്ലോ എന്ന് കണ്ടു. ആണ്ട് കഴിയുന്ന ഒരു ഫലം, ആണ്ടിലല്ലേ ഫലം ഉണ്ടാകുന്നേ, ഓരോ ആണ്ടും ഫലം ഉണ്ടോ എന്ന് നോക്കൂ, ഇല്ല, വീണ്ടും ഇല്ല. അപ്പോഴാണ് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരോട് പറഞ്ഞത് വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. ഫലമില്ലെങ്കിൽ പിന്നെ എന്തിനാ മരം? വളർച്ചയുടെ ലക്ഷണം ഫലകരമായ ജീവിതമാണ്. വളർച്ചയുടെ ലക്ഷണം അവരെ കൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാകണം. ഈ ലോകത്തിന് മനുഷ്യർ വളർന്നാൽ അതിന്റെ പ്രയോജനം ലോകത്തിനുണ്ടാകണം. ജോലിക്കാരായിട്ടോ, ബിസിനസ്സുകാരായിട്ടോ, കൃഷിക്കാരായിട്ടോ, മാതാപിതാക്കളൊക്കെ ആയിട്ടോ ലോകത്തിൽ അവർ പ്രയോജനപ്പെടണം, പല നിലകളിൽ പ്രയോജനപ്പെടണം. അപ്പൊ പറയും പക്വതയുള്ള ആളുകളാണ്, വളർന്ന ആളുകളാണ്. എന്നാൽ ദൈവരാജ്യത്തിന് ആത്മീയമായിട്ടുള്ള ഫലപ്രാപ്തി ഏതാണ്? ഈ ലോകത്തിലെ ഫലപ്രാപ്തിക്ക് അതീതമായ ഒരു ഫലപ്രാപ്തി. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വളർന്നു എന്ന് എങ്ങനെയാ പറയുന്നത്? ലോകത്തിലെ നന്മകൾ എല്ലാവർക്കും ചെയ്യാവുന്ന നന്മകളാണ്. അതിന് രക്ഷിക്കപ്പെട്ട ആവശ്യമോ വീണ്ടും ജനിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാൽ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ കഴിയുന്ന നന്മയുടെ ഒരു വിശാലമായിരിക്കുന്ന മേഖലയുണ്ട്. അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന നന്മകളുടെ മേഖലയുണ്ട്. നമ്മൾ ആ ഫലം കാണണം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച അളക്കുന്നത് ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഇവൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചത് വഴി എന്ത് ഫലമാണ് ദൈവമക്കൾക്ക്, ദൈവരാജ്യത്തിന്, ലോകത്തിന്, സുവിശേഷത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. 2 മേഖലകൾ നമുക്ക് ചിന്തിക്കാം. സുവിശേഷത്തിന് ഒരു വ്യക്തിയുടെ ജീവിതം എന്ത് സംഭാവനയാണ് നൽകിയത്, എന്ത് അഭിവൃദ്ധിയാണ് വരുത്തിയത്? 40 വർഷം ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് ലോക സുവിശേഷീകരണം, എന്റെ ദേശത്തിന്റെ സുവിശേഷ സാക്ഷ്യത്തിന് വേണ്ടി എന്ത് സംഭാവന എനിക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? അത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനിയൊരു കുടുംബമായി ജീവിച്ച് മക്കളെ ജനിപ്പിച്ച് വളർത്തി അവരൊക്കെ വിശ്വാസികളെ സ്ഥാനപ്പെട്ടാൽ ഒരു വലിയ നേട്ടമല്ലേ? ഒരു ക്രിസ്തീയ കുടുംബം പണിതുയർത്തി അതിനോട് സാക്ഷിപ്പിച്ച് വലിയ നേട്ടമാണ്. ഇനി അതല്ല, ഇനി 2ാമത്തെ മേഖല അല്ല, ലോകത്തിൽ ജോലി സ്ഥലത്ത് മറ്റു സ്ഥലത്തൊക്കെ സുവിശേഷത്തിന് സാക്ഷിയായിട്ട് നിൽക്കുകയും ദൈവം കൃപ ചെയ്താൽ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുഖാന്തരമായി തീർന്നാൽ ഫലകരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. അതുപോലെ സഭയ്ക്ക് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എന്റെ ജീവിതം വഴി എന്ത് നന്മയാണ് വന്നിട്ടുള്ളത്, എന്ത് ഗുണമാണ്, പ്രയോജനമാണ്, പുരോഗതിയാണ് എന്റെ ജീവിതം വഴി വന്നിട്ടുള്ളത്?
ഞാൻ മുന്തിരിത്തോട്ടത്തിൽ പാഴായി നിൽക്കുന്ന, ഫലം കായ്ക്കാതെ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷമാണോ? മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എന്നും നനയ്ക്കുന്ന, പരിചരണമേൽക്കുന്ന ഒരു സ്ഥലത്ത്, കുറെ മുന്തിരികൾ നടന്ന സ്ഥലത്ത് ഒരു അത്തിവൃക്ഷം നിൽക്കുകയാണ്. എന്തൊരു പ്രതീക്ഷയാണ്! ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഫലസമൃദ്ധി മുഴുവൻ, അതിന്റെ വളവും വെള്ളവും എല്ലാം ഇവൻ വലിച്ചെടുത്ത് അനുഭവിച്ചിട്ട്, അതിന് ചോട്ടിൽ മുന്തിരി വരെ വളരുമെന്ന് അറിയില്ല അല്ലെ, വലിച്ചെടുത്തിട്ട് ഒരു ഫലവും കായ്ക്കുന്നില്ലെങ്കിൽ ന്യായമായിട്ട് എന്ത് ചെയ്യണം? വെട്ടിക്കളയുക. നിലം പാഴാക്കുന്നത് എന്തിനു? പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ ഓർക്കേണ്ടത്, ദൈവം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കുന്ന സമയം, നമുക്ക് വേണ്ടി തന്നതായിരിക്കുന്ന ആത്മീയ സമ്പത്ത്, അനേക ദൈവമക്കളിലൂടെ ദൈവം ചെയ്തതായിരിക്കുന്ന പ്രവർത്തികൾ, അവർ ചെയ്ത അധ്വാനം, അത്യധ്വാനം, നമ്മളെ സഹിച്ചത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നമ്മൾ ഇത്രയും ദൈവിക നിക്ഷേപങ്ങൾ, ദൈവിക ഇൻവെസ്റ്റ്മെന്റ് നമ്മളിലേക്ക് നടത്തിയിട്ടുണ്ട്. ഫലം കാണണ്ടേ? കഴിഞ്ഞ ദിവസം ആരോ സർമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു, 3 വർഷം കായ്ക്കുമെന്ന് പറഞ്ഞ് ഒരു തെങ്ങ് തൈ വാങ്ങിച്ചു നട്ടു. വർഷം 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 ഒരു 3 തേങ്ങ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ കൃഷി വകുപ്പിൽ നിന്ന് ഒരാൾ വന്നപ്പോ ചോദിച്ചു, ഇത് കാച്ചില്ലല്ലോ, വർഷം 6 ആയല്ലോ, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഏത് വളം ഇടണ്ടല്ലോ? അവർ പറഞ്ഞു, വളം ഇടണ്ട, മരുന്ന് കൊടുണ്ട, ഒരു കോടാലി എടുത്ത് വെട്ടിക്കളഞ്ഞിട്ട് വേറൊരു മരം വെച്ചോളാം. ഒരു മരം വെച്ച് അതിന് 3 വർഷം ശരിക്കും പരിചരിച്ചാല് ഇത് 15 വർഷം 25 വർഷം നിന്നാലും കായ്ക്കണേലും മെച്ചമുണ്ടാവുന്നുണ്ട്. വെട്ടിക്കളയണം. കൃഷിക്കാരത് ചെയ്യും, ലോകക്കാരവര് ചെയ്യും. ഫലമില്ലാത്ത നീക്കി കളഞ്ഞ് പുതിയത് വെക്കും. കർത്താവിന് ദീർഘക്ഷമ കൊണ്ട് ഓർത്തു നോക്കുക. വെട്ടിക്കളഞ്ഞോ? നമ്മളിലേക്ക് നിക്ഷേപം വരുമ്പോൾ വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടോ എന്ന് നോക്കണം. ദൈവരാജ്യത്തിന് ഞാൻ എങ്ങനെ പ്രയോജനപ്പെട്ടു? നമ്മളെ നോക്കിയിട്ട് ആളുകൾ പറയുമോ, അവർ നിമിത്തം, അദ്ദേഹം നിമിത്തം, അവൾ നിമിത്തം ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു, ഞങ്ങൾ വിശ്വാസം നിലനിന്നു, ഞങ്ങൾ ധൈര്യപ്പെട്ടു, ഞങ്ങൾ പിന്നോട്ട് പോയില്ല, ഞങ്ങൾ പിടിച്ചു നിന്നു. എന്തെല്ലാം നന്മ! തബീത്ത മരിച്ചപ്പോൾ അവർ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളൊക്കെ അവർ എടുത്ത് കാണിച്ചു കൊടുത്തത് സൽപ്രവൃത്തികളാണ്. എന്നാലും അവരുടെ ആ കൂട്ട്, ആ ബലം, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം നോക്കിയാൽ ലോകം ഉള്ളിടത്തോളം കാലം പറയും, ഈ പൗലോസ് നിമിത്തം ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞു, ഈ പത്രോസ് നിമിത്തം ഞാൻ ഇത് അറിഞ്ഞു, ഈ വിഷ്ണുമാർ നിമിത്തം ഞങ്ങൾ ഇത് അറിഞ്ഞു. സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ഫലം. അതാണ് വളർച്ച. അല്ലാതെ പാപം ചെയ്യാതിരിക്കുന്നത് വഴി മാത്രം വളർന്നു എന്ന് പറയരുത്. അതിന്റെ ആദ്യമാണ് നന്മ ചെയ്യുന്നതാണ് ഒരാളുടെ പക്വതയുടെ ലക്ഷണം. എത്രത്തോളം ഗുണം ഒരാളെ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൈകാലം നടക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് പാപം ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ, വലിയ ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല. എന്താ ഗുണം? എന്താ? അതുകൊണ്ട് അവർക്ക് ഒരു ഓസ്കാർ കൊടുക്കാന്ന് വിചാരിച്ചില്ലല്ലോ, ഒരു അവാർഡ് കൊടുത്തേക്കാണ്. ഓസ്കാർ സിനിമയുടെ ആളോ, പിന്നെ അവർ പ്രൈസ് കൊടുക്കാറില്ലല്ലോ. അവരെന്ത് ചെയ്തു? ഈ ലോകത്തെ ഉദ്ധരിക്കാൻ, നന്മ ചെയ്യാൻ എന്ത് ചെയ്തു? ദൈവരാജ്യത്തിന് എന്ത് ചെയ്തു? എങ്ങനെ പ്രയോജനപ്പെട്ടു? സ്വലം പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും സന്തോഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അവസാനം എന്റെ രക്തത്തുള്ളികൾ വരെ സുവിശേഷത്തിന് പ്രയോജനം, അഭിവൃദ്ധിക്ക് കാരണമായി തീരണം. നഷ്ടമല്ല, ഫലപ്രദമായ ജീവിതം. അവർ വാർദ്ധക്യത്തിലും ഫലം കാഴ്ചകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഈ ഫലം പ്രകടിപ്പിക്കാൻ, ആത്മീയ ഫലം പ്രകടിപ്പിക്കാൻ വാർദ്ധക്യമോ രോഗാതൃത്വങ്ങളോ സത്യത്തിൽ പ്രതിബന്ധമല്ല. രോഗിയായിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മ പ്രവൃത്തി ആരോഗ്യവാന് ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു സാക്ഷ്യമാണ്, വേറൊരു തരം സുവിശേഷ ദൈവരാജ്യ ഫലപ്രദമാകാനാണ് ഓർക്കുക. 4ാമത്തെ കാര്യം, പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതിനുള്ള പ്രാപ്തി. അത് വളരെ പ്രധാനമാണ്. ഒരാളുടെ പക്വത അളക്കുന്നത് കാര്യങ്ങളെ, പ്രതിസന്ധികളെയും ഒക്കെ എങ്ങനെ നേരിടാനായിട്ട് കഴിയും, അതൊക്കെ വരുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും നോക്കിയിട്ട്. നമ്മൾ കുട്ടികളെ തന്നെ ആണെങ്കിലും ആദ്യമൊക്കെ നമ്മൾ കൂടെ നടക്കും. പ്രായമാകുന്നതിനനുസരിച്ച് മോനെ നീ പോയിട്ട് അത് ചെയ്തിട്ട് വാന്ന് പറയും. ആ കടയിൽ പോയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ല ഇന്ന വഴിക്ക് പോയിട്ട് ഇന്നത് ചെയ്തുകൊണ്ട് വരിക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവരെ എങ്ങോട്ടും പറഞ്ഞുകൊടും. +2 കഴിഞ്ഞാൽ തന്നെ അമേരിക്കയ്ക്ക് UK ഒക്കെ വിടുന്നത് മോള് പൊക്കോന്ന് പറഞ്ഞാൽ വിടുവല്ലേ. പിന്നെ ഫോണൊക്കെ ഉള്ള ഒരു സഹായമാണ്, എന്നാലും എന്താ റിസ്ക്. കാരണം എന്താ, അവര് ചെയ്യും. ഒരു വണ്ടി കിട്ടിയില്ലെങ്കിൽ, പ്രതീക്ഷിച്ച സ്ഥലത്ത് ആ ഓഫീസ് കണ്ടില്ലെങ്കിൽ അതിനുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുട്ടികൾ പക്വത പ്രാപിച്ചു. അല്ലെങ്കിൽ വണ്ടി കിട്ടുന്നില്ല, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമല്ല, അല്ലെങ്കിൽ അത് ഇന്നയാളെ കണ്ടില്ല, ഞാൻ ദൈവം വരുന്നു എന്ന് പറഞ്ഞ് വരുമല്ല. അതിന്റെ പക്വത. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളെ പക്വതയുള്ള ആളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വത അളക്കുന്നത് കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ എത്ര ഭക്തനായിരിക്കുന്നു നോക്കിയിട്ടല്ല, പ്രതികൂലങ്ങളും എതിരുകളും
പിന്തിരിപ്പിക്കുന്ന ആ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ എങ്ങനെ അതിജീവിക്കുമെന്ന് നോക്കും. അവിടെയാണ് ഒരാളുടെ വളർച്ച, പക്വത, പുരോഗതി അളക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സത്യത്തിൽ ആത്മീയ വളർച്ചയുടെ പരിശോധനകളാണ് ഓർക്കുന്നത്. പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക തകർച്ചകളാകാം, വ്യക്തിബന്ധങ്ങളിലെ ഉലച്ചിലുകളായി തീരാം, മക്കളായിരിക്കാം പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് വരുന്നത്, ജീവിത പങ്കാളികളായിരിക്കാം ചിലപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട് വരുന്നത്, ചിലപ്പോൾ സഭയിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം. ഇതൊക്കെ വരുമ്പോൾ സത്യത്തിൽ പിന്തിരിയാനോ പിന്നോട്ട് പോകാനോ നിരാശപ്പെടാനോ കുറ്റപ്പെടുത്താനോ പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടാനോ ഒക്കെ ആയിട്ട് തിരിഞ്ഞാൽ അതിന്റെ അർത്ഥം വളർന്നിട്ടില്ലാന്നായിരിക്കാം. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് ഒരാളുടെ ക്രിസ്തീയ സ്ഥിരത വെളിപ്പെടുന്നത്. ഏത് പ്രതിസന്ധികൾ വന്നാലും പരാജയപ്പെടുകയല്ല. കാരണം നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന തിരിച്ചറിവ്, എന്ന ആ ബോധ്യം അപ്പോഴാണ് കുറച്ചുകൂടെ ബലപ്പെട്ടു വരുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇതൊക്കെ ഓരോ പ്രതിസന്ധികളാണ്. കഷ്ടത വരും, സങ്കടം വരും. എന്തിനാ സങ്കടം വരുന്നത്? സ്വന്തക്കാർ പിണങ്ങിയിട്ടായിരിക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും. പ്രശ്നങ്ങൾ വരും, പട്ടിണി വരും, ആപത്ത് വരും. ഇതൊക്കെ വരുമ്പോ അയ്യോ, ഞാൻ ഈ കർത്താവിന് വേണ്ടി നിന്നിപ്പോ ആരുമില്ലല്ലോ, അവസാനം ഞാൻ പട്ടിണിയായി, ആരും കൂടെ സഹായിക്കാനില്ല, ഉടുവസ്ത്രം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇല്ല, നഷ്ടമായി പോയ അബദ്ധം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് പോയാൽ എവിടെയാ വളർച്ച? ഒരു സംസ്ഥാനം പറഞ്ഞു, ഞങ്ങളെ ഇടപെടാതെ അറക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എവിടെ നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉറപ്പ് എവിടെയാണ്? നമ്മുടെ ധൈര്യം എവിടെയാണ്? അതാണ് വളർച്ച. സത്യത്തിൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കാതെ പറഞ്ഞത് എന്തിനാണ്? കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കാന്നാണ്. അവിടെ ക്രിസ്തുവിന്റെ മുഖം കാണാൻ കഴിയുന്നവർ വളർന്നവരാണ്. കാര്യങ്ങൾ അനുകൂലമാകുമ്പോഴല്ല പ്രതികൂലമാകുമ്പോൾ. 5, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുള്ള വിവേകം. അതാണ് വളർച്ചയുടെ വേറൊരു വലിയ ലക്ഷണം. പലപ്പോഴും ആളുകൾ വെറും കൊച്ചു കുട്ടികളെ പോലെയാണ്. കൊച്ചു കുട്ടികളല്ലേ നോണ പറയുന്നവരും ദുശാട്ടിക്കാരും. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളും, എനിക്കത് തരണേ എന്ന് പറഞ്ഞ ദുശാട്ടിക്കാരൻ. എന്തെങ്കിലും ഒരു സ്ഥാനവും മാനവും അംഗീകാരവും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരുടെ മോഹമൊക്കെ വാടി, പിന്നെ സഭയിലേക്കില്ല, വിശ്വാസത്തിലേക്കില്ല, എനിക്ക് കിട്ടുന്ന സ്ഥാനം അവരെടുത്തു എന്നൊക്കെ പറയും. അതുപോലെ ഈ പ്രലോഭനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ പ്രലോഭനങ്ങളാണ്. ഇതിനെ അതിജീവിക്കാൻ അറിഞ്ഞു പാപത്തോട് പോരാടുന്ന ആ പോരാട്ടത്തിന് പോരാട്ടമില്ല. വരുമ്പോഴേ തന്നെ തല കുലിച്ചു കൊടുക്കുകയാണ്. ആ പ്രലോഭനം വരുമ്പോഴും, ആ മൊബൈൽ ഫോണിലെ പ്രലോഭനം വരുമ്പോഴും, ആ കൂട്ടുകാരന്റെ പ്രലോഭനം വരുമ്പോഴും, ആ സ്വാധീനം വരുമ്പോൾ, ഇവിടുന്ന് ഒരു വിളി വരുമ്പോൾ, ആ കണ്ണ് ഒരു കാഴ്ച കാണുമ്പോൾ, ആ ചിത്രം കാണുമ്പോൾ, ആ വെബ്സൈറ്റ് കാണുമ്പോൾ വീണു. അതാണ് പക്വത. ഇതിനൊക്കെ അതിജീവിക്കാൻ, പ്രലോഭനങ്ങളെ അതിജീവിച്ച് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തണം. പ്രലോഭനം ഇല്ലാത്ത ജീവിതമല്ല. അവസാനത്തോളം പരീക്ഷയും യുദ്ധങ്ങളുണ്ട്. അതിനെ അതിജീവിക്കും. 1 Corinthians 5 പൗലോസ് എഴുതിയ സഹോദരൻ എന്ന് പേരുള്ള ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരനോ അവിഷ്ടടക്കാരനോ മദ്യപനോ പിടിച്ചു പറക്കാരനാകുന്നു. വളർച്ചയുടെ ആളാണോ ദുർനടപ്പുകാരൻ? ലൈംഗിക വഷളത്വം വളർച്ചയുടെ ലക്ഷണമല്ല. അത്യാഗ്രഹം, വഴിവിട്ട രീതികളിലൂടെ പണം ഉണ്ടാക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന, അതുപോലെ എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാനൊക്കെ ശ്രമിക്കുന്ന അത്യാഗ്രഹി. വിഗ്രഹാരാധി, സ്വാഭിഷ്ടാനക്കാരെന്ന് പറഞ്ഞാല് വായുകൊണ്ട് അബ്യൂസീവ് ആൻഡ് കണ്ടംപ്ഷ്യസ് വേർഡ്സ്, മോശം വാക്കുകൾ തെറി പറയണേ. ദേഷ്യം വന്നാൽ പറയുന്നത് എന്താന്ന് അറിയുന്നില്ല. ലോകത്തിലെ ആളുകൾ കേട്ടാൽ പറയുന്ന വാക്കുകളൊക്കെ പറയുക. മദ്യത്തിന്റെ പിന്നാലെ പോവുക, പിടിച്ചു പറയും, അവകാശമില്ലാത്ത ഏതെങ്കിലും സൂത്രമാർഗത്തിലൂടെ ഇത് സ്വന്തമാക്കുക. ഇങ്ങനെയൊക്കെ വിശ്വാസി എന്ന് പേര് പെട്ടാന്ന് പറഞ്ഞാല് 2 വ്യാഖ്യാനമുണ്ട്. അവരൊന്നും സത്യത്തിൽ വിശ്വാസി അല്ല, പേരെ ഉള്ളൂ എന്ന് പറയുന്നതാണോ, അതോ വിശ്വാസി എന്ന് വേർപെട്ട് വരുത്തുന്ന പറഞ്ഞാൽ
വിശ്വാസ സഹോദരൻ എന്ന് വിളിക്കപ്പെട്ട ഒരുത്തൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്ന് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇതാ അവർ ദൈവം എനിക്ക് തന്ന മക്കളും അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ മടിച്ചില്ല എന്നല്ലേ? കർത്താവ് നമ്മുടെ സഹോദരന്മാരെന്ന് വിളിച്ചു. യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർ. എന്തൊരു പദവിയാണ്! ആ പദവി ലഭിച്ച മനുഷ്യര് മദ്യപാനത്തിന് പോവുക, വായി തോന്നുന്ന വർത്താനം പറയുക, കേട്ടാറയ്ക്കുന്ന സംസാരം നടത്തുക, പിടിച്ചു പറിക്കുക, ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന നശ്വര കാര്യങ്ങൾക്ക് വേണ്ടി അത്യാഗ്രഹം കൊണ്ട് വഴിവിട്ട് നടക്കുക, മുൻപേ ദൈവരാജ്യത്തിന് മുൻഗണനകളെ തെറ്റിക്കുക, അവരോട് സംസർഗം പാടുമ്പോൾ അപക്വത. അത് പൗലോസ് സംസാരം വീണ്ടും എഴുതിയിട്ടുണ്ട്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് അറിയുന്നില്ലയോ എന്ന്. വഞ്ചിക്കരുത്, നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. വിശ്വാസിയാണെന്ന് പറയുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് ദൈവരാജ്യത്തിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഒരു വലിയ ചോദ്യത്തിന്റെ പോകുന്നു പറഞ്ഞു. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, പുരുഷകാമികൾ, സ്വയഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ആവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യാവകാശം, ഇവരൊന്നും ദൈവരാജ്യാവകാശമാക്കുന്ന പാർട്ടികളല്ല. ഇതൊക്കെ പുറത്തുള്ള ആളുകളാണ്, അകത്തുള്ള ആളുകളല്ല. ഇത് പുറത്താണ്. അപ്പൊ ഈ പുറമേ ഉള്ളവരുടെ ജീവിതമാണ് ഇപ്പോഴും മനുഷ്യരിലെങ്കിലോ എന്നാണ് ചോദ്യം. അത് പക്വതയുടെ ലക്ഷണമല്ല, അത് അപക്വതയുടെയും വളർച്ചക്കുറവിന്റെയും വിവരക്കുറവിന്റെയും കാണുന്നത് കാണാത്തതിന്റെയും ഒക്കെ ലക്ഷണങ്ങളാണ്. ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട്, ഇത്രയും നാളുകൾ ജീവിച്ചിട്ട് ഇങ്ങനെയുള്ള പാപങ്ങളിൽ, അതാണ് പൗലോസ് ചോദിച്ചത്, ഇപ്പോഴും ഈ ബാലപാഠങ്ങൾ ഉപദേശിച്ച് തരേണ്ട വരികയുള്ളോ? പാല് തരുന്നല്ലോ എന്ന് മോനെ നുണ പറയരുത് കേട്ടോ. പണം സത്യസന്ധമായിട്ട് ചെയ്യാവുന്നുണ്ടോ? ചിലപ്പോ വിശ്വാസികളോട് പറയുമ്പോഴ് നുണ പറയുന്നുണ്ടെന്നുള്ള പരാതി വരുമ്പോൾ നടുക്കി പോകും നമ്മള്. തമാശയായിട്ട് നുണ പറയുന്നത് പോലും ഓർക്കുമ്പോഴും ഭയം തോന്നാറ്. രസത്തിലൊക്കെ ചില കാര്യമൊക്കെ പറയില്ലേ, അതൊക്കെ പോലും പെട്ടെന്ന് സർപ്രൈസ് കൊടുക്കാനൊക്കെ ഉള്ള, അതുപോലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അപകടമായിട്ട് തീരാം. അപ്പോഴാളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ നുണ പറയുക, സഭയെ വരുമ്പോൾ നുണ പറഞ്ഞുകൊണ്ട് വരിക, അതുപോലെ ബിസിനസ്സിന് നുണ പറയുക, ജോലിസ്ഥലം നുണ പറയുക. നുണയൊന്നും പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതല്ലേ വിശ്വാസിയുടെ പോരാട്ടം. നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കണോ, നുണ പറയാതെ കഷ്ടം സഹിക്കണം. ഇതാ പോരാട്ടം, അതാ ക്രൂശെടുത്തത്, അതാണ് പക്വതയുടെ ലക്ഷണം. അതാണ് ദൈവങ്ങളെ എല്ലാ കാലവും ലോകം അവർക്കുള്ള യോഗ്യമല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം. ആറാമത്തെ കാര്യം, സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യനായിരിക്കും. ഒരു പക്വതയുള്ള, ആത്മീയ പക്വതയുള്ള ആള് ഭർത്താവ് പറഞ്ഞല്ലോ, സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. പിന്നെ പൗലോസ് പുസ്തകത്തിൽ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിൽ ചോദിച്ച ചോദ്യം ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഭയത്തോടെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും സഭകളിൽ ഭിന്നതകൾ, പ്രശ്നങ്ങൾ, പിന്നെ അത് ഉണ്ടാകേണ്ട ആവശ്യം എന്നാ പറഞ്ഞത്. കാരണം പലതരം ആളുകളില്ലേ. സഭ എന്ന് പറഞ്ഞാൽ ഒരേ ക്വാളിറ്റി ആളല്ലല്ലോ, വളർച്ച കുറഞ്ഞവരും കൂടിയവരും ഉള്ള സംവിധാനമാണത്. ഭിന്നതയും പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. വിശ്വാസികൾ അല്ലാത്തവർ നോക്കിയിരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ല, അവര് പക്വതയുള്ള ആളുകളല്ല, അവരെന്നും പ്രശ്നക്കാരാണ്. അവരെ പ്രശ്നം പരിഹരിക്കലാണ് എന്നും ബുദ്ധിമുട്ട്. ആരും ഒരിക്കൽ പറഞ്ഞാൽ ഉറപ്പുണ്ട്, സഹോദര എന്നും എന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ വണ്ടി വരുന്നല്ലോ. ചോദ്യമാണ്, പരിശോധിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടവരല്ലേ? കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയാണ്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലേ. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വിവരമുള്ള, ജ്ഞാനമുള്ള ഒരു മനുഷ്യനും നമ്മുടെ ഇടയിൽ ഈ 19 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ട്, പരിഹാരം വരുന്നില്ല. അത് പരിഹരിക്കാൻ നമുക്ക് പൗലോസ് ചോദിക്കാം, ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കും. കൊരിന്ത്യർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസമുണ്ട്. സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യവാന്മാർ, സമാധാന പുത്രന്മാരായിട്ട് നിൽക്കുന്നവരാണ് അവർ. സഭയ്ക്ക് ഒരു ഭാരമല്ല, ഒരു ബാധ്യതയല്ല, അവരുടെ ആശ്വാസം, അവരുടെ അനുഗ്രഹം. എന്റെ ജീവിതം ഇങ്ങനെയാണ്. ഞാൻ മുൻപിട്ട് നിൽക്കുന്ന സഭയ്ക്ക്, ദൈവരാജ്യത്തിന്, ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമാണ്. അതോ ഞാൻ ഇടർച്ചക്കല്ലും ഒരു തടങ്ങൽ പാറയും ഒരു പ്രശ്നവും അവരുടെ സ്വസ്ഥത കെടുത്തുന്നയാള് എന്നും എന്നെ ഓർത്ത് ഉപവാസ പ്രാർത്ഥന നടത്താനുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന ആളാണ്.
അതോ ഞാൻ വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, എന്റെ കൂട്ടുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്ന ആളാണ്? നമുക്കൊരു പരിശോധന നമുക്ക് ഈ സമയത്ത് നടത്തി നോക്കാം. ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പറയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിനെ നമ്മൾ പരിശോധിച്ച് നമ്മൾ അതിന് മാർക്കിട്ടാല് നമുക്ക് എത്ര മാർക്ക് കിട്ടും? 10, 20, 30 ദീർഘവർഷങ്ങൾ സർക്കാർ സർവീസിലാണ് റിട്ടയർ ചെയ്യുന്നത്. ദീർഘവർഷങ്ങൾ ജീവിച്ചിട്ട് സ്വർഗത്തിലെ ആത്മീയാനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം വർഷിച്ചിട്ട് സഭയിലൂടെയുള്ള കൃപാവരങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ട് ദൈവവചനത്തിന്റെ ആ സമൃദ്ധി, ഐശ്വര്യം നമുക്ക് ലഭിച്ചിട്ട് ദൈവമക്കളുടെ പ്രാർത്ഥന നമുക്ക് സഹായം ഉണ്ടായിരുന്നിട്ട് വളർന്നോ? നമ്മുടെ വിശ്വാസം വെറും മനപ്പാട കാര്യങ്ങളോ അതോ ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത, മാറ്റിമറിക്കാനാവാത്ത ഉറച്ച ബോധ്യങ്ങളാണ്? നമ്മുടെ സ്വഭാവം മനുഷ്യരെ എത്രത്തോളം എന്നിൽ ക്രിസ്തുവിനെ കാണുന്നുണ്ട്? എത്രത്തോളം രൂപാന്തരം എന്റെ സ്വഭാവത്തിൽ സംഭവിച്ചിട്ടുണ്ട്? മുറുകെ പറ്റുന്ന പാപങ്ങൾ, അസൂയ, അഹങ്കാരം, വൈരാഗ്യം, പക, മറ്റുള്ളവരുടെ കുറ്റം കണ്ട് അത് ആഘോഷിക്കുന്ന മനസ്ഥിതി, അതിനോട് സഹതപിക്കുന്നതിന് പകരം അതിനെ ആസ്വദിക്കുന്ന ഒരു മനസ്ഥിതി, ഇതൊക്കെയാണോ ഇപ്പോൾ? ഇതൊക്കെ മുറുകെ പറ്റുന്ന പാപം. അതുപോലെ പണത്തോടുള്ള അത്യാഗ്രഹം, സ്വാർത്ഥത, കള്ളു കുടിക്കുന്നില്ല, വീട് കളിക്കുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഇത് ബാഹ്യമായ കാര്യം. എന്നാൽ മുറുകെ പറ്റുന്ന പാപങ്ങളൊന്നും വിട്ട് കർത്താവിന്റെ കാഴ്ചകൾ പിൻപറ്റുന്ന ഒരു സ്വഭാവം എത്രത്തോളം എനിക്ക് വന്നിട്ടുണ്ട്? എന്റെ ജീവിതം കൊണ്ട് സുവിശേഷത്തിന്, ദൈവസഭയ്ക്ക് അഥവാ ദൈവരാജ്യത്തിന് എന്ത് നന്മയാണ് ഞാൻ ചെയ്യുന്നത്? ഞാനൊരു ഫലം പുറപ്പെടുവിക്കുന്ന അത്തിവൃക്ഷമാണ്, ഒരു കായ്ക്കുന്ന മുന്തിരിവള്ളിയാണ് ഞാൻ, അതോ ഫലം കായ്ക്കാത്തതാണ്? എന്ത് ഫലമാണ് ഞാൻ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ എങ്ങനെയാണ് നേരിടുന്നത്? നിരാശയും പരാതിയും അവിശ്വാസവുമാണോ അതോ സ്ഥിരതയാണോ? അവനെന്നെ കൊന്നാലും പുറകോട്ടില്ല എന്ന് പറയുന്ന ഇയ്യോബിന്റെ സ്ഥിരതയാണോ? സഹിഷ്ണുതയാണോ? പാപപ്രലോഭനങ്ങളോട് നമ്മുടെ പോരാട്ടം എവിടെയാണ്? നമ്മൾ വിജയികളാണ്. ഇത് ഞാൻ ഒരിക്കലും പേരോർക്കാം, മൊബൈലിൽ ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ഉണ്ട്. ഞാൻ ഓർത്തു, അവിടെ ഞാൻ ജയിക്കാൻ എന്റെ തീരുമാനങ്ങളെ ആണ് കമ്പനിക്കാരുടെ പോപ്പുകളല്ല, മെസ്സേജുകളല്ല, എന്റെ തീരുമാനങ്ങളാണ് എന്നെ നിയന്ത്രിക്കേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള വിവേകം എനിക്കുണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ സമാധാനം ഉണ്ടാക്കുന്ന ഒരു ദൈവപൈതലാണ്? മറ്റുള്ളവർക്ക് ഞാനൊരു ആശ്വാസമാണ് അതോ ഞാനൊരു ഭാരമാണ്? അത്തിവൃക്ഷത്തിന്റെ കഥ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോൾ ആ ദാസം പറയുന്ന വാക്കുണ്ട്, യജമാനെ 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം, എന്നിട്ടും അത് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ദീർഘക്ഷമ എന്ന വാക്കാണ്. ചുവട് കിളച്ച് വളമിട്ടാൽ ഒരുപക്ഷെ ഫലം പ്രവർത്തിക്കാത്ത ആളുകളും ഒരുപക്ഷെ ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും 100 പേരെയും 60 പേരെയും 30 പേരെയും ഫലം പ്രവർത്തിച്ചേക്കാം. ചുവട് കിളച്ച് വളമിടാൻ നിരാശയുടെ വാക്കുകളല്ല നമുക്കുള്ളത്, പ്രതീക്ഷയുടെ വാക്കുകൾ. ദൈവത്തിൽ നിന്നുള്ള പോഷണവും അനുഗ്രഹവും പ്രാപിക്കാനും അത് നൽകാനും തയ്യാറായാല് നമുക്ക് ഇനിയും പ്രയോജനപ്പെടാനായിട്ട് സാധിക്കും. ഞാൻ 2 സജഷൻസ് കൂടെ പറയാം, വളരാനും വളർത്താനുമുള്ള സജഷൻസ് ആണ്. ഒന്ന്, സഭകളിലെ ആത്മീക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണം. നല്ല അധ്യാപകരുണ്ടാകും, നല്ല പഠിതാക്കൾ ഉണ്ടാകും. ബോധ്യങ്ങൾ വളരണമെങ്കിൽ അങ്ങനെ കഴിയൂ. നമ്മൾ വളരുമ്പോൾ സഭയുടെ ആത്മീയ വിദ്യാഭ്യാസ നിലവാരം, അതിന്റെ ക്വാളിറ്റി, അതിന്റെ സ്കില്ല്, അതിന്റെ കഴിവ് അത് വർദ്ധിക്കണം. അതിനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് കൂടുതൽ ഫലപ്രദമായിരിക്കാനായിട്ട് കഴിയുള്ളൂ. തുറന്ന മനസ്സുള്ള വിദ്യാർത്ഥികൾ വേണം, ചിന്തിക്കാനും ഒരുപക്ഷെ to think and even to rethink.
എന്താണ് ഞാൻ ഈ വിശ്വസിക്കുന്നത് ചിന്തിക്കാനും അത് ബോധ്യം വന്നാൽ അത് ഉറപ്പായിട്ട് ഉറപ്പിക്കാനുമുള്ള ധൈര്യം. ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും, ഞങ്ങൾ അന്ന് പഠിച്ച ദൈവശാസ്ത്രമാണ് ഉണ്ടാ മേല ഇനി എന്നുള്ളത്. അതൊരു കാത്തലിക് ഡോക്ടറിനാണ്. തെറ്റില്ലാത്ത ബൈബിൾ മാത്രമേ ഉള്ളൂ. ഓൺലി ബൈബിൾ ഇസ് ഇൻസ്പയർഡ്, നോട്ട് ദ തിയോളജീസ് ഓഫ് ദ ചർച്ചസ്. ബൈബിളിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് ചിന്തിച്ച് ഉറപ്പാക്കാനായിട്ട് നമുക്ക് തയ്യാറാക്കാം. വായിക്കാനും ചർച്ചകൾ ചെയ്യാനും സംവാദങ്ങൾ നടത്താനും വിമർശനങ്ങൾ ആരോഗ്യകരമായിട്ട് ചെയ്യാനും ഒക്കെ തയ്യാറായി നമ്മൾ വിശ്വസിക്കുന്ന കാര്യം സത്യം തന്നെ എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. പൗലോസ് പുസ്തകം ചെയ്തതുപോലെ യെരൂശലേമിലേക്ക് ചെന്ന് ഈ സുവിശേഷം പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇത് തന്നെ സുവിശേഷം, ശരി തന്നെയെന്ന് ഉറപ്പിക്കണം. കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വരുത്തണം പഠന രീതിയിലൊക്കെ. രണ്ടാമത്തെ കാര്യം, സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകുന്ന പരിശീലനങ്ങൾ സഭകളിൽ നടത്തണം. അതായത് ജീവിതത്തിലെ സ്വഭാവത്തിലെ കുറവുകളൊക്കെ സാരമില്ലാന്ന് വെക്കുന്ന സംവിധാനമല്ല സഭ. അഹങ്കാരം, സ്വാർത്ഥതയും പകയും വിദ്വേഷവും സ്നേഹക്കുറവും ഒക്കെ കണ്ടാൽ ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരെ രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് ഡീൽ ചെയ്യും എന്ന് പറഞ്ഞ് അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്. അല്ലാതെ കല്യാണം നടത്താനും ശവസംസ്കാരം നടത്താനും മാത്രമുള്ള ഒരു സംവിധാനമായിട്ട് സഭയെ നിർത്തിയിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പാഠശാലയാണ്. കർത്താവ് വരുമ്പോൾ നിർമ്മലകന്യയായി അവരുടെ മുമ്പിൽ നിർത്തണം എന്നുള്ള ബോധ്യത്തോട് സഭയും നിൽക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത് എന്നുള്ള മനസ്സോടെ വിശ്വാസികൾ ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ പാപത്തെ തൊടാൻ സമ്മതിക്കാത്ത ആളുകളായിട്ട് ഇരിക്കരുത്. അതിന് ആദ്യ നേതൃത്വത്തിൽ തന്നെ തുടങ്ങണം. തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് സമ്മതിക്കാനും ഞാനും കുറവുള്ള ആളാണെന്ന് മനസ്സിലാക്കാനുള്ള ആ മനസ്സോടുകൂടി നിൽക്കുക. ആ മനസ്സാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുക. അല്ലാതെ പൂർണ്ണമായിട്ട് ഒരാളെ പൂർണ്ണരാക്കാൻ നമുക്ക് കഴിയലാണ്. എന്നാൽ നമ്മൾ വളരുന്നവരാണെന്ന് തിരിയുമ്പോൾ ആളുകൾ നമ്മോട് ചേർന്ന് വളരുന്നവരായിട്ട് തീരും. മൂന്നാമത്തെ കാര്യം, നല്ല മാതൃകളായിട്ട് ജീവിക്കുക. അവസാനത്തോളം ഉറച്ചു നിൽക്കുക. കുറെ നാൾ ജീവിച്ചിട്ട് അവസാനം കല്ലൊടിച്ച് അതിന്റെ കാര്യമില്ല. അവസാനത്തോളം അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിക്കും. കേരളത്തിലെ സ്ഥലസഭകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മള് ഒരുപക്ഷെ ഒരു വിചിന്തനത്തിന് ഒരുമിച്ചുള്ള വിചിന്തനം മുതിരേണ്ട ഒരു കാലമായി. നൂറ്റാണ്ടിനോട് അടുക്കുവാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ നമ്മളെ മുന്നിൽ നിന്ന് നടത്തിയ പല ആളുകളും ഈ നൂറ്റാണ്ടൊക്കെ തികയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. ഇനി നമ്മൾ വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച് വലിയ സ്വപ്നങ്ങളോടെ വലിയ ആഗ്രഹത്തോടെ വില കൊടുത്ത് വളർത്തിയതായിരിക്കുന്ന ഈ സുവിശേഷ ദൗത്യം, ഈ വലിയ വേല, അതിന്റെ ഭാവി എന്താവും? പലപ്പോഴും അത് പഴയകാല സമുദായങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ സമുദായങ്ങളൊക്കെ അനാത്മികരായി പോയെങ്കിലും അവര് അപ്രസക്തരായി തീർന്നില്ല. കാരണം അവര് സമുദായങ്ങൾ വന്നപ്പോൾ ആശുപത്രികളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ വളർത്തി. അവര് അതൊക്കെ വലിയ പ്രസ്ഥാനങ്ങളായി തീർന്നു. ആത്മീയത ഇല്ലാതെ ആയാലും അവരുടെ പ്രസ്ഥാനങ്ങൾ ലോകത്തിന് വലിയ സംഭാവന നൽകിക്കൊണ്ടായിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു പ്രസ്ഥാനങ്ങളും ഇല്ല, അതുപോലത്തെ ഒരു സ്ഥാപനങ്ങളും ഇല്ല. ഒരു ബോയ്സ് ഹോം പോലും നേരെ നടത്താനുള്ള ആംബിയറോ ശക്തിയോ നമ്മുടെ ഒരു സഭയ്ക്കും ഇല്ല. ഒരു സഭയുള്ള വ്യക്തിക്ക് പോലും ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതത്തോട് നോക്കിയാണ്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ആകെ കൈവതായുള്ളത് നമ്മൾ കാത്തു സൂക്ഷിച്ച ആ വിശ്വാസം മാത്രമാണ്, ആ ദൈവഭക്തി മാത്രമാണ്. ആ സഭകളുടെ ഐക്യവും സ്നേഹവും എന്നുള്ള കാര്യം കൊണ്ടാണ് ആകർഷിക്കപ്പെട്ട വന്നത്. എന്നാൽ ഇന്ന് പിശാച് ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രലോഭനവും അക്രമം അഴിച്ചു വിട്ടിരിക്കുന്നത് നമ്മളെ തകർത്തുക, നമ്മുടെ ആത്മീയതയെ, നമ്മളെ ആകമാണ് തകർത്ത് കളയുക, നമ്മുടെ ഐക്യം സ്നേഹമൊക്കെ തകർത്ത് കളയുക എന്നുള്ളതാണ്. നമുക്ക് എന്തുണ്ടാവും? പിന്നെ നമ്മുടെ പിള്ളേരാണേലും ഒക്കെ ദൂരേക്കൊക്കെ പോവുകയാണ്. അവസാനം നിലവിളക്ക് ഉണ്ടാവും. വെളിപ്പാടിലെ സഭകളെ പോലെ കർത്താവ് വിലയിരുത്തൽ നടത്തിയപ്പോൾ പറഞ്ഞു, ചിലർക്ക് ഉപദേശമില്ല. അവരുടെ പക്ഷവും വിലയാകുന്ന ഉപദേശമൊക്കെ പിടിച്ച് ഉപദേശമുണ്ട്. ചിലർക്ക് ഉപദേശമുണ്ട്, പക്ഷെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. മറ്റു ചിലര് പരീക്ഷാ കാലത്ത് ഉറച്ചു നിന്നില്ല, സഹിഷ്ണുതയില്ല, പരീക്ഷ പ്രതികൂലം വന്ന് വിട്ടു. ചിലര് ഉത്സാഹമില്ല, ഉണർവില്ല.
ഒക്കെ ഉണ്ട്, പക്ഷെ യാതൊരു താല്പര്യവും ഉണർവും. ലവദീക്കക്കാരാണെങ്കിൽ അഹങ്കാരം, ഞങ്ങൾക്കൊരു കുറവുമില്ല എന്നുള്ള ചിന്ത. കർത്താവ് അവരോടൊക്കെ പറഞ്ഞു, നിലവിളക്കിന്റെ സ്ഥിരതയെ പറ്റി പറഞ്ഞു. നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം, വ്യക്തികളായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം, കുടുംബങ്ങളായിട്ട് പരിശോധിക്കാം, സഭകളായിട്ട് പരിശോധിക്കാം. ഇത്ര വർഷം കർത്താവ് നമുക്ക് തന്നിട്ട്, ഇത്ര ആത്മനിക്ഷേപം നമ്മളിൽ മേൽ കർത്താവ് വർഷിച്ചിട്ട്, നമ്മൾ അതിനുള്ള ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകരുത്. ഇബ്രാഹിം ലേഖനക്കാരൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയത് രക്ഷയ്ക്കുള്ളതെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അവകാശികളായി തീരും. ദൈവം വിശ്വസ്തനാണ്. മന്ദതയുള്ളവരാകാതെ നമുക്ക് ഉറച്ചു നിൽക്കാം. ശേഷിക്കുന്ന കാലം ഉറച്ചു നിൽക്ക്. നല്ല പൊരുതി നല്ല ഓട്ടം നമുക്ക് ഓടാം. നീതിയുടെ കിരീടം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഏർപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. വർഷങ്ങളും വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് അങ്കിള് വളരെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. പ്രത്യേകിച്ച് വളർച്ച വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മൾ കേട്ടു. അതുപോലെ വളർച്ചയുടെ ലക്ഷണങ്ങളെ കുറിച്ച് അങ്കിള് നമ്മളോട് പറഞ്ഞു തന്നു. വളർച്ചയുടെ ലക്ഷണങ്ങളായിട്ട് ബോധ്യങ്ങളിലുള്ള വളർച്ച, അതുപോലെ ക്രിസ്തീയ സ്വഭാവത്തിലുള്ള വളർച്ച, ക്രിസ്തു സ്വഭാവത്തോട് ഏറ്റവും അനുരൂപമാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഫലങ്ങള്, ആത്മീയ ഫലങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അങ്കിള് പറഞ്ഞിരുന്നു. അതുപോലെ പറഞ്ഞ മറ്റു കാര്യങ്ങള്, പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നത്, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുന്നത്, അതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവരായിത്തീരുക. ഇങ്ങനെ വളർച്ചയുടെ ലക്ഷണങ്ങൾ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞു തന്ന നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇത് എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വെല്ലുവിളി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പുതിയ വർഷത്തിൽ നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട മേഖലകളാണ്. ഈ ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ശ്രമിക്കാം. ഇന്ന് ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും ഇത് പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു.